നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഉണ്ടായതോടെ ഓരോ ജില്ലകളിലും പാർട്ടി മീറ്റിംഗിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കുന്നത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. നിലവിൽ CPMന്റെ ശാക്തിക ചേരികളിലും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലും കാര്യമായ മാറ്റമുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം സൂചിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ പാർട്ടിയിൽ കലാപസമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. രാഗേഷിനെയും ഗോവിന്ദൻ മാഷിനെയും മാറ്റണമെന്നാണ് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ പാർട്ടി ഗ്രാമങ്ങളിലടക്കം വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രമുഖ നേതാക്കളുടെ പിന്തുണയോടെയാണ് കലാപമെന്നാണ് സ്ഥിതി കൂടുതൽ ഗൗരവമാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം P ജയരാജനും M സ്വരാജുമടക്കം പാർട്ടി നേതൃത്വ നിരയിലേക്ക് എത്താനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളുന്നില്ല. അതിനിടെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ നിലവിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെതിരെ ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിൽ മത്സരിപ്പിച്ചതാണ് പരാജയത്തിന് കാരണമാക്കിയത് എന്നാണ് KK ശൈലജ തുറന്നടിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് അവരുടെ തോൽവി ലക്ഷ്യമിട്ടാണെന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ശൈലജയുടെ ഈ തുറന്നു പറച്ചിൽ. മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിപ്പിച്ച് മത്സരിക്കുകയായിരുന്നു പാർട്ടി. വിജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, എന്നിട്ടും എന്നെ പേരാവൂരിൽ തന്നെ കൊണ്ട് മത്സരിപ്പിച്ചു എന്നാണ് ശൈലജ തുറന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റാർക്കും പേരാവൂരിൽ ജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പാർട്ടി നേതൃത്വത്തിന് നല്ലപോലെ അറിയാം. പക്ഷേ പാർട്ടി നേതൃത്വം തെറ്റായ തീരുമാനം എടുത്തുവെന്നും ശൈലജ പൊട്ടിത്തെറിച്ചു. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദനും പിണറായിയും അടക്കം നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. തിരുത്തൽ നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി അണികളെ കേൾക്കണമെന്നും ബ്രാഞ്ച് തലം മുതൽ അഭിപ്രായം രൂപീകരണം നടത്തണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പാർട്ടി അണികൾ പറയുന്നത് ഒന്നും ചെവികൊള്ളുന്നില്ല. പിണറായി വിജയനും ഗോവിന്ദൻ മാഷുമാണ് അവസാനമായ ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം അണികളോട് പറയും. അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി, അങ്ങനത്തെ നടപടികളിലേക്ക് പോകും. പക്ഷെ അണികളുടെ താഴെത്തട്ടിലുള്ള ഒരു നേതാക്കളുടെയോ അല്ലെങ്കിൽ ഒരു അണികളുടെയോ ഒരു വാക്ക് പോലും ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ പിണറായിയോ കേൾക്കുന്നില്ല എന്നാണ് അതിരൂക്ഷമായ രീതിയിൽ ഒരു പൊട്ടിത്തെറിയാണ് CPMന്റെ യോഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തോൽവി ന്യായീകരിക്കാൻ വോട്ടിംഗ് ശതമാനത്തിലെ കണക്ക് നോക്കി ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിനെയും അംഗങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഇത് കൂടുതൽ, അതായത് ഈ ഒരു ക്യാപ്സ്യൂൾ ഇറക്കുന്ന രീതി തുടർന്നാൽ അത് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട്. പാർട്ടി അടിത്തറ നഷ്ടമായ അവസ്ഥയിലെന്ന് യോഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ അണികളുടെ വികാരം മനസ്സിലാക്കാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല. നിലവിലുള്ള മുന്നണി സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ പരാജയമാണിത്. അടിത്തട്ടിൽ നിന്നും പരിശോധന നടത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. ബ്രാഞ്ച് കമ്മിറ്റികളുടെ പ്രവർത്തനം പലയിടത്തും നിശ്ചലമാണ്. ജനങ്ങളുമായി അടുക്കാൻ പോലും പ്രാദേശിക തലത്തിലുള്ള പാർട്ടി നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് ജനങ്ങൾ പാർട്ടിയെ കൈവിടാൻ ഒരു പ്രധാന കാരണമായി മാറിയത്. ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. മുൻകാലങ്ങളിൽ പാർട്ടിയോട് അടുപ്പമുണ്ടായിരുന്ന പല അനുഭാവികളും പാർട്ടിയെ കൈയൊഴിഞ്ഞെന്നും പ്രാദേശിക നേതാക്കളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അഴിമതിക്കാരെയും അതോടൊപ്പം തന്നെ പ്രതിച്ഛായ ഇല്ലാത്തവരെയും പാർട്ടി സ്ഥാനങ്ങളിൽ അവരോധിക്കരുതെന്നും ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കണ്ണൂരിലെ വമ്പൻ തിരിച്ചടി പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം 2021 അതായത് 2021 കണക്ക് നോക്കുമ്പോൾ 11 9 മണ്ഡലങ്ങളിൽ നേടിയ കണ്ണൂരിൽ ഇക്കുറി LDFന് 6 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. CPM മത്സരിച്ച 8 മണ്ഡലങ്ങളിൽ 2021 കണക്ക് നോക്കിയാൽ 6,77,606 വോട്ട് ലഭിച്ചിരുന്നു. അത് ഇക്കുറി 5,92,820 ഇടിഞ്ഞു. 84,786 വോട്ടിന്റെ കുറവ് ഇക്കുറി ഉണ്ടായി. UDF ഒരു 5 ലക്ഷം ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിന്റെ മാർജിൻ വരെ എത്തിയെങ്കിൽ ഇപ്രാവശ്യം അത് 5,54,591 ഉയർന്നു. CPMന്റെ ഈ വോട്ടുകൾ, അതായത് കോട്ടകൾ മുഴുവനും UDF പിടിച്ചെടുത്തു എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ CPMന്റെ വോട്ടുകളെല്ലാം കൂടെ UDFിലേക്ക് വന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച നടന്നത് പയ്യന്നൂരിലും തളിപ്പറമ്പിലുമാണ്. രണ്ടിടത്തും CPM വിമതർ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും ജയിച്ചു. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്ന ഇടത് കോട്ടകൾ വരെ CPMന്റെ കയ്യിൽ നിന്നും പോകുന്നു. അത് എത്രത്തോളം ജനവികാരം CPMനുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം.